നമ്മൾ കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ഒരവസരമാണ്. അതായത് ഈശോയുടെ ആഘോഷമായ ജെറൂസലം പ്രവേശനത്തെക്കുറിച്ചാണ് നമ്മൾ സ്മരിക്കുന്നത്. പക്ഷേ യേശു പോകുന്നത് ഒരു മഹത്വമുള്ള രാജാവായിട്ടാണെങ്കിലും പിന്നീട് വരുന്നത് സഹനത്തിൻ്റെ കാലമാണ്. അപ്പോൾ യേശു ശരിക്ക് ജെറൂസലത്തിലേക്ക് പ്രവേശിക്കുന്നത് കുരിശിൽ തൂക്കപ്പെടുവാനാണ്, മരിക്കുവാനായിട്ടാണ്. മനുഷ്യരാശിക്ക് വേണ്ടി, മനുഷ്യരാശിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ ദൈവത്തിൻ്റെ പുത്രൻ കാൽവരിയിൽ മരിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത് പീഡാനുഭവത്തെക്കുറിച്ച്, യേശുവിൻ്റെ മരണത്തെക്കുറിച്ച്, പീഡാനുഭവത്തെ അതുപോലെ തന്നെ ഉയർപ്പിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ പറ്റിയ ഒരു അവസരമാണ്. യെസ്, നമുക്ക് ധാരാളം പീഡനങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. ആ പീഡനങ്ങളൊക്കെ മാറ്റുവാനായിട്ട് അതിൻ്റെ നേതൃത്വത്തിലുള്ളവർ പ്രത്യേകമായിട്ട് രംഗത്ത് വരേണ്ടതുണ്ട്. അതായത് എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന, എല്ലാ മനുഷ്യരെയും സ്വീകരിക്കാൻ കഴിയുന്ന, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്ന് കരുതി, ജാതിയില്ലാതെ, മതമില്ലാതെ, രാഷ്ട്രീയമില്ലാതെയൊക്കെ എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഭരണത്തിന് ഈ രാജ്യത്ത് ഒത്തിരി നന്മകൾ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഈ രാജ്യത്തെ ഏറ്റവും ഉന്നതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രായോഗികമായിട്ടുള്ള ചിന്തയായിരിക്കും. ആ ചിന്തയാണ് എല്ലാവർക്കും വേണ്ടത്. ആരെയും ഒഴിച്ച് കളയാതെ എല്ലാവരെയും ആലിംഗനം ചെയ്യുന്ന, എല്ലാവരും ഉൾക്കൊള്ളുന്ന, വ്യവസ്ഥകളില്ലാത്ത സ്നേഹത്തിൻ്റെ ഉടമയാണ് ദൈവം. ആ സ്നേഹം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് വലിയ കാര്യമായിരിക്കും. തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു, എന്തൊക്കെയാണ് പറയാനുള്ളത്? തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. എനിക്ക് പറയാനുള്ളത്, അതായത് എല്ലാവരും അവരവരുടെ മനസ്സാക്ഷി ഉപയോഗിച്ച്, നമ്മുടെ ആളുകൾ വളരെ പൊളിറ്റിക്കലി കോൺഷ്യസാണ്, രാഷ്ട്രീയമായിട്ട് വളരെയധികം അവബോധമുള്ളവരാണ് നമ്മുടെ നാട്ടുകാർ. അത് വടക്കേ ഇന്ത്യയിലായാലും സൗത്ത് ഇന്ത്യയിലായാലും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ അവരെ മനസ്സാക്ഷി ഉപയോഗിച്ച് നല്ല ഗവൺമെൻറ്റിനെ, നല്ല വ്യക്തികളെ, പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികളെ തിരഞ്ഞെടുക്കണമെന്നാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത്.